ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് വീഡിയോയിൽ നമുക്ക് എളുപ്പത്തിൽ ചായക്ക് കടിക്കാൻ പറ്റിയ രീതിയിൽ വെണ്ടക്ക കൊണ്ട് ഒരു കിടിലൻ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ ചോറിനും കഞ്ഞിക്കും കൂട്ടാൻ പറ്റിയ മറ്റൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ എയർ ഫ്രയറിൽ ഒരു തുള്ളി എണ്ണയില്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്ലേലിസ്റ്റായിട്ട് എയർ ഫ്രയർ റെസിപ്പീസ് എന്നുള്ള ആ ഒരു ഫോൾഡറിൽ ഉണ്ടാവും. അപ്പോൾ എയർ ഫ്രയർ റെസിപ്പീസ് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസ്ക ബണ്ണും ഇറാനി ചായയും. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന മസ്ക ബണ്ണ് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 50 ഗ്രാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തത് എടുക്കാം കേട്ടോ. ഇത് ഓവനിൽ വെച്ചിട്ടൊന്നും മെൽറ്റ് ചെയ്യരുത്, അപ്പോൾ അത് വെള്ളം പോലെ ആയി പോകും. അതിന് പകരം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് അത് വേണം നമുക്ക് ഈ ഒരു ബൺ മസ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇനി ആ ബട്ടർ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുള്ളവർക്ക് വാനില എസൻസും അതുപോലെ ഒരു പൊടിക്ക് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല, വെറും ബട്ടറും അതുപോലെ കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇനി നമ്മുടെ കയ്യിൽ ഏത് ബണ്ണാണോ ഉള്ളത് അതൊന്ന് മുറിച്ചെടുക്കാം. അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ശേഷം അതൊന്ന് അടച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ബൺ മസ്ക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുറത്തൊന്നും പോയി കഴിക്കാതെ തന്നെ വീട്ടിൽ ഒരു ചൂട് ചായയുടെ ഒപ്പം, ഇറാനി ചായയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, അപ്പോൾ ആ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് കാരണം ജീവിതത്തിൽ ഇന്നേ വരെ വെണ്ടയ്ക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി കൊതിയോടുകൂടി കഴിപ്പിക്കുന്ന രീതിയിൽ ഒരു തുള്ളി എണ്ണയില്ലാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എയർ ഫ്രയർ കുർക്കുറെ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതും വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒത്തിരി വഴുവഴുപ്പുള്ള വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ക്രിസ്പിയായി കിട്ടുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് നല്ല മുരുമുരാന്നിരിക്കുന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്ക രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളമയം പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടക്ക അരിഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക, ഒരു അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ വേണം വെണ്ടക്ക എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്തല്ലോ, ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. അവസാനമായിട്ട് പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് ട്രേയോ അല്ലെങ്കിൽ സിൽക്കൺ ട്രേയോ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിത് നേരിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്.
എയർ ഫ്രയറിൽ ഒരു 20 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം 180 ഡിഗ്രിയിൽ. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുക, അതൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്കയുടെ പൊരിയൽ അല്ലെങ്കിൽ കുറുക്കുറേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാത്തവർ പോലും നന്നായിട്ട് നല്ല രുചിയോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചായക്കടിയും ആയി. ഇനി ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആ യോഗട്ടും പിന്നെ ആ ചാട്ട് മസാലയും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറൊന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് വെണ്ടക്ക തന്നെ നമുക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ പാകത്തിനുള്ള ഒരു വെണ്ടക്ക പൊരിയിലാണ് ഉണ്ടാക്കുന്നത്. അതും ഒരു തുള്ളി എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട്. നമ്മളിത് സാധാരണ വെണ്ടയ്ക്കയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം ചട്ടിയിലിട്ട് കൈയൊക്കെ ഇട്ട് ഇളക്കി കൈ വേദനിച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയറിലാകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഇനി ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇത് എയർ ഫ്രയറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 12 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് കേട്ടോ. 6 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് മൂലം നമ്മുടെ സൈഡിലുള്ള വെണ്ടയ്ക്കൊക്കെ കരിഞ്ഞു പോകാതെ നമുക്ക് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊരിയലായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ 12 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെണ്ടക്ക പൊരിയൽ. ഇത് നമുക്ക് ചോറിനൊപ്പവും അതുപോലെ കഞ്ഞിക്കൊപ്പമൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. എയർ ഫ്രയറിൽ വെണ്ടക്ക ഉപയോഗിച്ച് 2 തരത്തിലുള്ള റെസിപ്പി ഞാനിന്ന് കാണിച്ചു തന്നു. 2 വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കും അതുപോലെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ മറ്റൊരു തരത്തിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.